ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഒരു വാത്ത് നാണയത്തിന് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ വരയ്ക്കുന്ന ഒരു രീതി നിങ്ങൾ കാണുക. വളരെ പതുക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ചിത്രവും വരയ്ക്കാൻ നമ്മളുടെ വിരലുകൾ ഇങ്ങനെ വഴങ്ങി വരുന്നത്? പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഇതാണ്. ആദ്യം നമുക്ക് കുറച്ച് വരകളിലൂടെ പ്രാക്ടീസ് ഉറപ്പായും ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ ക്രമാനുഗതമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ചിത്രകല പരിശീലിക്കാൻ സാധിക്കും. ആദ്യം വേണ്ടത് കൈകൾ വഴങ്ങി വരാനായി കുറച്ച് പ്രാക്ടീസ് ഉണ്ട്, അത് ചെയ്യണം. പിന്നീട് ഓരോ വസ്തുവിനെയും വെച്ച് നോക്കി വരച്ച് കൈ ശരിയാക്കി വരണം. ആദ്യം ലളിതമായ ചിത്രങ്ങളാവണം. നമുക്ക് ഇലകൾ വരയ്ക്കാം, പൂക്കൾ വരയ്ക്കാം, അങ്ങനെ ഏറ്റവും ചെറിയ രീതിയിലുള്ള മറ്റ് വെജിറ്റബിൾസൊക്കെ നോക്കി വരയ്ക്കാം. അതും ഏറ്റവും ചെറിയ രീതിയിൽ വരയ്ക്കാവുന്ന, കൂടുതൽ ഡീറ്റെയിലിംഗ് ഇല്ലാത്ത ചിത്രങ്ങളാണ് ആദ്യം വരച്ച് തുടങ്ങേണ്ടത്. അങ്ങനെ ക്രമാനുഗതമായി നിങ്ങൾ പരിശീലിച്ചു വന്നാൽ ക്ഷമയും സഹനവും നല്ല നിരീക്ഷണവും സർവോപരി കലയോടുള്ള ഉറവ പറ്റാത്ത പ്രണയവും ഉണ്ടായാൽ നമുക്ക് ഏവർക്കും ചിത്രകല പരിശീലിക്കാം. കാരണം നമ്മളിത് പറയുന്നത് ഒരുപാട് കലുഷിതമായ മനസ്സുകളുണ്ട്, കലുഷിതമായ ചുറ്റുപാടുകളുണ്ട്, ഒന്ന് തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കുറേ മനസ്സുകളുണ്ട്, ബാഹ്യമായ ലഹരി തേടുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു ലഹരി ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ലഹരിയെ നമ്മളൊന്ന് പുറത്തെടുത്താൽ പിന്നീട് ബാഹ്യമായി ഒന്നും നമുക്ക് തേടേണ്ടതുമില്ല. കാരണം നമ്മുടെ കുട്ടികൾക്ക് പോലും ഈ ഒരു ലഹരിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബാഹ്യമായ പല പഠനങ്ങളും തേടലുകളുമൊക്കെ മടുപ്പിക്കുമ്പോൾ ഉള്ളിലെ ആ മനോഹരമായ ശുദ്ധമായ ആ വെളിച്ചത്തെ, അതിൻ്റെ ആകർഷണീയതയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പണ്ട് നമുക്ക് സാധിക്കാതെ പോയ നമ്മുടെ കഴിവുകൾ, നമുക്ക് ചെയ്തുണർത്താൻ പറ്റാതെ പോയ നമ്മളുടെ കുഞ്ഞു കലാമോഹങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിയ കഴിവുകൾ ഒക്കെയും ഏത് പ്രായത്തിലും ഇനിയും നമുക്ക് കണ്ടെത്താം. ഒരുപക്ഷെ പൂർണ്ണത അവിടെയായിരിക്കാം ജീവിതത്തിൻ്റേത്. അല്ലെങ്കിൽ മനസ്സെപ്പോഴും വീങ്ങിക്കൊണ്ടിരിക്കും, എനിക്കൊന്ന് പഠിക്കാൻ പറ്റിയില്ല, ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ചിത്രകല അങ്ങനെ പഠിക്കണമെങ്കിൽ കാലമോ പ്രായമോ ദേശമോ ഒന്നും ബാധകമല്ലാതെ ലൈവ് ക്ലാസ്സുകളിലൂടെ ഒപ്പമിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് പഠിക്കാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം. ഈ ചിത്രവും നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അടുത്ത ചിത്രമായി വീണ്ടും വരാം.